അപമാനകരമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും തൃക്കോൽവട്ടം ഗ്രാമപഞ്ചായത്തിനെതിരെയും UDF തൃക്കോൽവട്ടം പഞ്ചായത്ത് കമ്മിറ്റി നയിക്കുന്ന കുറ്റവിചാരണ യാത്ര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ജനങ്ങൾക്ക് അപമാനകരമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ത്രിതല പഞ്ചായത്തിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി LDFിന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടത്തിക്കൊണ്ട് അഴിമതിയുടെയും സ്വജനപക്ഷത്തിന്റെയും ദുർഭരണത്തിന്റെയും കേളി രംഗമായി തൃക്കോവിൽവട്ടം പഞ്ചായത്ത് മാറുമ്പോൾ നമ്മുടെ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ തനത് വരുമാനമുള്ള 7 പഞ്ചായത്തിൽ ഏറ്റവും വലിയ തനത് ഫണ്ടുള്ള ഒരു പഞ്ചായത്താണ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത്. എന്നാൽ ആ ഫണ്ടുകൾ ഉപയോഗിച്ച് ശരിയായ വിധത്തിൽ ശരിയായ രൂപത്തിലുള്ള വികസന പ്രവർത്തനം നടത്താൻ കഴിയാതെ പഞ്ചായത്ത് ഭരണസമിതി അഴിമതിയുടെ ഭാഗമായി മാറുമ്പോൾ അത് ജനങ്ങളെ തുറന്നു കാണിക്കുന്ന നമ്മുടെ വാർഡിൽ 100 ദരിദ്രരുണ്ടെങ്കിൽ അതിൽ നിന്നും 3 പേരെ കണ്ടെത്തി അവരെ അതിദരിദ്രരായി പ്രഖ്യാപിക്കുന്നു. ബാക്കി 97 പേരും ജീവിത വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്നു. ഇന്നലെ മെനഞ്ഞാന്നത്തെ മനോരമ പത്രം എടുത്ത് നിങ്ങൾ നോക്കണം. കൊല്ലം എഡിഷനിൽ താറപ്പാളിൻ വിരിച്ച ചെറ്റക്കുടിലിൽ കിടക്കുന്ന വഴിയാധാരമായ ജനങ്ങളുടെ ഫോട്ടോ മനോരമ പത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവരൊന്നും അതിദാരിദ്ര്യ ലിസ്റ്റിൽ പെടുന്നവരല്ല. ജനങ്ങൾക്ക് അധിക ഭാരമായി മാറുമ്പോൾ ആ സർക്കാരിന്റെ ആ കൊള്ളരായ്മകൾ തുറന്നു കാട്ടുവാൻ അടുത്ത വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ സംവിധാനം തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദയാത്ര ഇവിടെ എത്തിച്ചേർന്നുള്ളത്. ഈ പദയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. ഈ കുറ്റവിചാരണ യാത്ര അടുത്ത ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.